السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 244 പേജാണ് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. ആമീൻ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമുക്ക് ഇൽമ പഠിപ്പിച്ചു തന്നവർ, ഈ ക്ലാസ് എടുക്കാൻ നമ്മൾ റെഫർ ചെയ്യുന്ന മഹാന്മാരായ മുഫസ്സിരീങ്ങൾ, നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാ ആളുകളും, എല്ലാവർക്കും അല്ലാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആദ്യമായി 244 പേജിൻ്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فلما جهزهم بجهازهم جعل السقاية في رحل أخيه ثم أذن مؤذن أيتها العير إنكم لسارقون. قالوا وأقبلوا عليهم ماذا تفقدون. قالوا نفقد صواع الملك ولمن جاء به حمل بعير وأنا به زعيم. قالوا تالله لقد علمتم ما جئنا لنفسد في الأرض وما كنا سارقين. قالوا فما جزاؤه إن كنتم كاذبين. قالوا جزاؤه من وجد في رحله فهو جزاؤه كذلك نجزي الظالمين. فبدأ بأوعيتهم قبل وعاء أخيه ثم استخرجها من وعاء أخيه كذلك كدنا ليوسف ما كان ليأخذ أخاه في دين الملك إلا أن يشاء الله نرفع درجات من نشاء وفوق كل ذي علم عليم. قالوا إن يسرق فقد سرق أخ له من قبل فأسرها يوسف في نفسه ولم يبدها لهم قال أنتم شر مكانا والله أعلم بما تصفون. قالوا يا أيها العزيز إن له أبا شيخا كبيرا فخذ أحدنا مكانه إنا نراك من المحسنين. صدق الله العلي العظيم. പരിശുദ്ധ ഖുർആനിലെ 12-ാം അധ്യായം സൂറത്തു യൂസുഫിലെ 70 മുതൽ 78 വരെയുള്ള 9 ആയത്തുകളാണ് നമ്മൾ ഓതിവെച്ചത്. 13-ാമത്തെ ജുസ്ഇൽ 244-ാം പേജ്. മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബിന്യാമീനും 10 സഹോദരങ്ങളും ഈജിപ്തിലെത്തി യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുത്തെത്തിയ കാര്യമാണ് കഴിഞ്ഞ പേജിൽ അവസാനമായി നമ്മൾ പറഞ്ഞിരുന്നത്. യൂസുഫ് നബി അലൈഹി ഇസ്ലാം അവരെ നന്നായി സൽക്കരിച്ചു. ബിന്യാമീനെ കൂടെ ഇരുത്തി ഭക്ഷണം കൊടുത്തു. 2 പേർക്ക് ഓരോ മുറി വീതമാണ് ഉറങ്ങാൻ വേണ്ടി അനുവദിച്ചു കൊടുത്തത്. അങ്ങനെ എല്ലാവർക്കും അനുവദിച്ചു കൊടുത്തപ്പോൾ ബിന്യാമിൻ ഒറ്റക്കായി. ഇവൻ ഒറ്റക്കല്ലേ ഉള്ളൂ, അതുകൊണ്ട് എൻ്റെ കൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞ് യൂസുഫ് നബി അലൈഹി സ്വലാം ബിന്യാമീനെ കൂടെ താമസിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ആ താമസിപ്പിക്കുന്നതിൻ്റെ ഇടയിലാണ്, രാത്രി 2 പേരും ഒരു റൂമിൽ താമസിക്കുന്നതിനിടയിലാണ് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം ആ വലിയ രഹസ്യം വെളിപ്പെടുത്തിയത്. എന്താണ് രഹസ്യം? ഞാൻ തന്നെയാണ് ബിന്യാമീൻ എന്നിൻ്റെ സഹോദരനായ യൂസുഫ്. ഇനി നീ സങ്കടപ്പെടേണ്ട. ഇങ്ങനെയൊക്കെ പറഞ്ഞ കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു. ഏതായാലും രാത്രിയിലെ താമസവും സൽക്കാരും ഒക്കെ കഴിഞ്ഞ് സഹോദരന്മാർ നാട്ടിലേക്ക് പോകാനുള്ള, കൻആനിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അവർക്ക് കൊണ്ടുപോകാനുള്ള ഭക്ഷ്യവസ്തുക്കളൊക്കെ യൂസുഫ് നബി അലൈഹി സ്വലാം തയ്യാറാക്കി കൊടുത്തു. അതിനിടക്ക് ബിന്യാമീൻ ഒരു ആഗ്രഹം പറഞ്ഞു യൂസുഫ് നബിയോട് അലൈഹിസ്സലാം, നിങ്ങളുടെ കൂടെ എനിക്കിവിടെ കഴിയാൻ പറ്റുമോ? ഞാനിനി നാട്ടിലേക്ക് തിരിച്ചു പോകുന്നില്ല, നിങ്ങളെനിക്ക് വലിയ ഇഷ്ടമാണ്, നിങ്ങൾ എൻ്റെ സഹോദരനാണല്ലോ, നിങ്ങളുടെ കൂടെ എനിക്കിവിടെ കഴിയാൻ പറ്റുമോ? യൂസുഫ് നബി അലൈഹി സ്വലാം ആദ്യം വിസമ്മതിച്ചു. വേണ്ട, കാരണം
എന്നെ കാണാഞ്ഞിട്ട് ബാപ്പ കുറേ കാലമായി സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഇനി നിന്നെ കൂടെ കാണാതെ ആയാൽ ആ ദുഃഖം എങ്ങനെയാണ് ബാപ്പാക്ക് താങ്ങാൻ കഴിയുക? അതുകൊണ്ട് ഇപ്പം നീ തിരിച്ചു പോ എന്ന് പറഞ്ഞു യൂസുഫ് നബി അലൈഹി സ്വലാം. പക്ഷേ ബെന്യാമീൻ നിർബന്ധിച്ചു, ഞാൻ നിങ്ങളെ കൂടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു, ആയിക്കോട്ടെ, പക്ഷേ നിനക്ക് അപമാനമുണ്ടാക്കുന്ന ഒരു കാര്യം ചെയ്യേണ്ടി വരും, അങ്ങനെ നിന്നെ ഇവിടെ പിടിച്ചു വെക്കേണ്ടിയും വരും. ബെന്യാമീൻ അതും സമ്മതിച്ചു. യൂസുഫ് നബി അലൈഹി സ്വലാമിന് കൂടെ നിൽക്കാൻ അതും മഹാനവറുകൾ സമ്മതിച്ചു. ഏതായാലും ഇനി അതിനുള്ള പുറപ്പാടാണ്. ബെന്യാമീനെ കൂടെ നിർത്താനുള്ള കാര്യങ്ങളാണ് ഇനി യൂസുഫ് നബി അലൈഹി സ്വലാം ചെയ്യുന്നത്. യൂസുഫ് നബി അലൈഹി സ്വലാമിനൊരു പാനപാത്രം ഉണ്ടായിരുന്നു, വെള്ളി കൊണ്ടുണ്ടാക്കിയ ഒരു പാനപാത്രം. അത് ബെന്യാമീൻ്റെ ചരക്കുകളിൽ ഒളിപ്പിച്ചു വെച്ചു. താൻ യൂസുഫാണ് എന്ന രഹസ്യം ബെന്യാമീനെ സ്വകാര്യമായി അറിയിച്ചു എന്നല്ലാതെ മറ്റു സഹോദരന്മാരെ മഹാനവറുകൾ അറിയിച്ചിട്ടില്ല. അവർക്കത് അറിയുകയുമില്ല. ആ സ്ഥിതിക്ക് ബെന്യാമീനെ അവരൊന്നിച്ച് വിട്ടയക്കുകയില്ല എന്ന് പറയാൻ ഒരു ന്യായമല്ല. അതുകൊണ്ട് ബെന്യാമീനെ അവർ സ്വയം വിട്ടുകൊടുക്കുന്ന തരത്തിലുള്ള ഒരു സൂത്രം പ്രയോഗിക്കുകയാണ് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം. അവരുടെയൊക്കെ ധാന്യത്തിൻ്റെ കെട്ടുകൾ തയ്യാറാക്കി കൊടുത്തപ്പോൾ അവരറിയാതെ ബെന്യാമീൻ്റെ കെട്ടിൽ ഈ പാനപാത്രം ഇട്ട് കെട്ടാൻ വേണ്ടി ഏർപ്പാട് ചെയ്തു. അങ്ങനെ സാധനങ്ങളെല്ലാം റെഡിയാക്കി അവരെല്ലാം തിരിച്ചു പോകാൻ വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞ ശേഷം കുറച്ചങ്ങോട്ട് പോയപ്പോഴേക്കും പിന്നിലൂടെ ഒരു ദൂതൻ വന്ന് വിളിച്ചു പറഞ്ഞു, അല്ലയോ യാത്രാ സംഘമേ, നിങ്ങൾ മോഷ്ടാക്കളാണ്. ഇതാണ് ഇനി നമ്മൾ പഠിക്കുന്ന 70-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലമ്മാ ജഹസഹും ബിജഹാസിഹിം ജഅല السقاية في رحل أخيه ثم أذن مؤذن أيتها العير إنكم لسارقون. فلما جهزهم, അങ്ങനെ അവരുടെ ചരക്കുകൾ തയ്യാറാക്കി കൊടുത്തപ്പോൾ, അവർക്ക് റെഡിയാക്കി കൊടുത്തപ്പോൾ, എന്ത് ബിജഹാസിഹിം, അവരുടെ ഭാണ്ഡക്കെട്ടുകൾ അല്ലെങ്കിൽ അവരുടെ ചരക്കുകൾ കൊണ്ടുപോകാൻ വേണ്ടി അവർക്ക് തയ്യാറാക്കി കൊടുത്തപ്പോൾ, ജഅല സിഖായത്തിനെ ആക്കി എന്നാ അളക്കുന്ന പാനപാത്രം അദ്ദേഹം വെച്ചു ഫി റഹ്ലി അഖീഹി, തൻ്റെ സഹോദരൻ്റെ ഭാണ്ഡക്കെട്ടിൽ. റഹ്ല് എന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ചരക്കുണ്ടാവില്ല, ആ ഭാണ്ഡത്തിൻ്റെ കെട്ട്. ആ കെട്ടിൽ എന്ത് ചെയ്തു? ഒരു ചാക്കിൻ്റെ ഉള്ളിൽ യൂസുഫ് നബി അലൈഹി സ്വലാം തൻ്റെ പാനപാത്രം അതിലിട്ടു. അതാണ് ജഅല സിഖായ ഫി റഹ്ലി അഖീഹി, അളക്കുന്ന പാനപാത്രം അദ്ദേഹം സ്വന്തം സഹോദരൻ്റെ ഭാണ്ഡത്തിലിട്ടു. അവരെ യാത്രയാക്കാൻ ഒരുങ്ങിയപ്പോൾ, അവരുടെ ചരക്കുകൾ റെഡിയാക്കിയപ്പോൾ, അങ്ങനെ അവർ ഇറങ്ങി കുറച്ചങ്ങോട്ട് പോയപ്പോൾ പിന്നീട് അദ്ദന മുഅദ്ദിനുൻ, ഒരാൾ വിളിച്ചറിയിച്ചു. മുഅദ്ദിൻ എന്ന് പറഞ്ഞാൽ വിളിച്ചറിയിക്കുന്ന ആൾ. നമ്മൾ ബാങ്ക് കൊടുക്കുന്ന ആൾക്ക് മുഅദ്ദിൻ എന്ന് പറയും, അല്ല, നിസ്കാരത്തിൻ്റെ സമയമായി എന്ന് വിളിച്ചറിയിക്കുകയാണ് അയാൾ ചെയ്യുന്നത്. അപ്പോൾ ഈ മുഅദ്ദിൻ എന്ത് ചെയ്തു? വിളിച്ചറിയിക്കുന്ന ഒരാൾ വിളിച്ചറിയിച്ചു. എന്താണ് പറഞ്ഞത്? എന്താണ് അറിയിച്ചത്? അയ്യത്തുഹൽ ഈർ, അല്ലയോ യാത്രാ സംഘമേ. ഈർ എന്ന് പറഞ്ഞാൽ യാത്രാ സംഘം. അല്ലയോ യാത്രാ സംഘമേ, ഇന്നക്കും ലസാരിഖൂൻ, തീർച്ചയായും നിങ്ങൾ മോഷ്ടാക്കളാണ്, നിങ്ങളെന്തോ മോഷണം നടത്തിയിട്ടുണ്ട്. ജഅല സിഖായ എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കാറുള്ള സ്ഥലത്തിനും പറയും, അത് കൊണ്ടുപോകുകയോ കുടിക്കുകയോ ചെയ്യുന്ന പാത്രത്തിനും പറയും. ഏതായാലും യാത്രാസംഘം ഇറങ്ങിക്കഴിഞ്ഞ് ഇങ്ങനെ വിളിച്ചു പറയാൻ കാരണം, അവരിറങ്ങിയ ഉടനെ ആ പാനപാത്രം ചർച്ചാ വിഷയമായതുകൊണ്ടായിരിക്കാം. കുറച്ച് മുമ്പ് വരെ അതവിടെ ഉണ്ടായിരുന്നതിനാൽ മറ്റാരും അതെടുക്കാൻ ന്യായമല്ലല്ലോ. അങ്ങനെയാണ് അവരെ കള്ളന്മാർ എന്ന് വിളിച്ചത്. ഇതാണ് ഒരു വിഭാഗം മുഫസ്സിരീങ്ങൾ പറയുന്നത്. ഏതായാലും യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് കള്ളന്മാർ എന്ന് വിളിച്ചത് എന്നാണ് മറ്റൊരു അഭിപ്രായം. അതായത് പണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ പിതാവിൻ്റെ അടുത്ത് നിന്ന് കബളിപ്പിച്ച് കൊണ്ടുവന്ന് അപകടപ്പെടുത്തിയത് ഈ സഹോദരന്മാരായിരുന്നല്ലോ. അതൊരു തരം മോഷണം തന്നെയാണ്. ഇപ്പോൾ ബാപ്പാൻ്റെ അടുത്ത് നിന്ന് മകനെ കട്ടെടുക്കുകയാണെന്ന് അവർ ചെയ്തത്. ആ ഉദ്ദേശത്തിലാണ് അവരെ കള്ളന്മാർ എന്ന് വിളിച്ചത്. ഇതാണ് വേറൊരു അഭിപ്രായം. കാണാതായ പാത്രം ആര് കണ്ടെത്തി തരുന്നുവോ അവർക്ക് ഒരു ഒട്ടകത്തിന് ചുമക്കാവുന്നത്ര ധാന്യം സമ്മാനം കൊടുക്കാമെന്നും അതിന് ഞാൻ ഉത്തരവാദിയാണെന്നും കൂടെ ആ മുഅദ്ദിൻ വിളിച്ചു പറയുന്നുണ്ട്. ഈ സമ്മാനം അന്നത്തെ കാലത്ത് വളരെ വിലപിടിച്ചതായിരിക്കുമല്ലോ. അധികൃതരുടെ ഭാഗത്ത് നിന്ന് സമ്മതം ലഭിക്കാതെ ഒരു മുഅദ്ദിൻ എങ്ങനെയാണത് വിളിച്ചു പറയുക, അല്ലേ? ഇങ്ങനെ നോക്കുമ്പോൾ ആ വിളിച്ചു പറഞ്ഞത് യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ അറിവോടെ മഹാനവറുകൾ പറഞ്ഞിട്ടായിരിക്കാനാണ് സാധ്യത. അല്ലാത്ത പക്ഷം അവർ മോഷ്ടാക്കളാണെന്ന് തെളിഞ്ഞാൽ അവരുടെ മേൽ നടപടിയെടുക്കുമെന്നല്ലാതെ സമ്മാനം നൽകുമെന്ന് പറയാൻ വകുപ്പ് കാണുന്നില്ലല്ലോ. അപ്പോൾ
വിളിച്ചു പറഞ്ഞത്, നിങ്ങൾ മോഷ്ടാക്കളാണെന്ന് വിളിച്ചു പറഞ്ഞത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ അറിവോടെ തന്നെ എന്ന അഭിപ്രായ പ്രകാരം നിങ്ങൾ മോഷ്ടാക്കളാണ് എന്ന പ്രയോഗം അതിന് സാക്ഷാൽ അർത്ഥത്തിലല്ല, പുറമേയുള്ള അവസ്ഥ അനുസരിച്ച് സൂത്രത്തിൽ ഉപയോഗിച്ചൊരു വാക്കാണ് അതെന്ന് കരുതണം. കാരണം മഹാനവറുകൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ ആ പാനപാത്രം ബിന്യാമിൻ്റെ കെട്ടിലിട്ടത്, അല്ലേ? അപ്പോൾ അതൊരു സൂത്രപ്പണിയാണ്. എന്നിട്ട് ഇനി 76-ാം വചനത്തിൽ പറയുന്നത് പോലെ ആദ്യം മറ്റുള്ളവരുടെ കെട്ടുകളെല്ലാം പരിശോധിച്ച ശേഷം മാത്രമാണ് ബിന്യാമിൻ്റെ കെട്ട് പരിശോധിക്കുന്നതും, അല്ലേ? അപ്പോൾ അവിടെ നിന്ന് മനസ്സിലാക്കാം ഇതൊരു തന്ത്രമായിരുന്നു എന്ന്. അള്ളാഹു തന്നെ അത് പറയുന്നുണ്ട്, ഇതൊരു തന്ത്രമായിരുന്നു എന്ന്. ഇങ്ങനെ തന്ത്രം പ്രയോഗിച്ചത് വഞ്ചിക്കാനല്ല, ഇതൊരു വഞ്ചനയല്ല. പണ്ട് അസൂയ മൂത്ത് മഹാനവറുകളെ കൊല്ലാൻ ശ്രമിക്കുകയും കിണറ്റിലിടുകയും അടിമയാക്കി മാറ്റുകയും എന്നിട്ട് ചെന്നായ പിടിച്ചു എന്ന ഉപായം പറയുകയും ചെയ്ത ആളുകളാണിവർ. ഇക്കാലം വരെ അത് മൂടിവെക്കുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ ചെയ്ത് അവരോട് വളരെ ഉദാരമായി മാന്യമായി പെരുമാറിയ ശേഷം അവർ ചിന്തിപ്പിക്കാനും പാഠം പഠിപ്പിക്കാനും വേണ്ടി ഇങ്ങനൊരു തന്ത്രം പ്രയോഗിച്ചു എന്നേ ഉള്ളൂ. അതൊരിക്കലും ഒരു വഞ്ചനയായി കാണാൻ കഴിയില്ല. മാത്രമല്ല ഭാവിയിൽ ഈ ഒരു സംഭവം അവരുടെ ഗുണത്തിലാണ്, നന്മയിലാണ് പര്യവസാനിക്കാൻ പോകുന്നത്. ശരി, ഇനി നമുക്ക് 71-ാമത്തെ ആയത്ത് നോക്കാം. ഏതായാലും ഈ ഒരു മുഅദ്ദിൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ ഇവരാകെ ഞെട്ടിത്തരിച്ചുപോയി. ഞങ്ങൾ കള്ളന്മാരോ? വളരെ മാന്യമായി പെരുമാറിയ ഈ കാണുന്ന ഭക്ഷ്യവസ്തുക്കളെല്ലാം തന്ന ഈ മഹാമനസ്കന്റെ കൊട്ടാരത്തിൽ നിന്ന് മോഷണം നടത്തിയെന്ന് ദുഷ്പേര് വന്നാൽ അവരാകെ ബേജാറായി തിരിഞ്ഞെന്ന് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ കാരണം എന്താണ്? എന്താണ് കൊട്ടാരത്തിൽ നഷ്ടപ്പെട്ടത്? നോക്കൂ, 71-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലൂ വഅഖ്ബലൂ അലൈഹിം മാദാ തഫ്ഖിദൂൻ. ഖാലൂ, അവർ ചോദിച്ചു. വഅഖ്ബലൂ അലൈഹിം, അവരുടെ നേരെ തിരിഞ്ഞു വന്നുകൊണ്ട്, അവരുടെ നേരെ തിരിഞ്ഞു വന്ന് അവർ ചോദിച്ചു, മാദാ തഫ്ഖിദൂൻ, നിങ്ങൾക്ക് എന്താണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്? അതിന് മറുപടിയാണ് 72-ാമത്തെ ആയത്ത്. അടുത്ത ആയത്ത് നോക്കൂ. അതായത് ഈ കാര്യം അന്വേഷിച്ചു വന്ന ആളുകളിൽ ഒരു പ്രമുഖനാണ്, ഒരു പ്രമുഖ ഉദ്യോഗസ്ഥനാണ് ഇവരോട് സംസാരിക്കുന്നത്. അവർ പറഞ്ഞു, രാജാവിൻ്റെ പാനപാത്രം നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് എവിടെ തെരഞ്ഞിട്ടും കാണാനില്ല. നിങ്ങൾ യാത്ര പുറപ്പെടുന്നതിന് തൊട്ടു മുമ്പ് കൊട്ടാരത്തിൽ അതുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ കെട്ടുകൾ പരിശോധിച്ച് കൂടുതൽ അപമാനിതരാകാൻ നിൽക്കാതെ അതിന് മുമ്പേ നിങ്ങൾ തൊണ്ടി സാധനം തിരിച്ചു തരണം. അങ്ങനെ സ്വമേധയാ പാനപാത്രം തിരിച്ചു തരുന്ന ആൾക്ക് ഒരൊട്ടകത്തിന് ചുമക്കാവുന്ന ഭക്ഷ്യദാനം കൂടി സമ്മാനമായി പാരിതോഷികമായി നൽകുന്നതാണ്. അക്കാര്യം ഞാൻ ഏറ്റു. അതാണ് ഇനി 72-ാമത്തെ ആയത്തിലുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലൂ നഫ്ഖിദു സ്വാഅൽ മലികി വലിമൻ ജാഅ ബിഹി ഹിംലു ബഈരിൻ വഅന ബിഹി സഈം. ഖാലൂ, അവർ പ്രതികരിച്ചു, നഫ്ഖിദു, ഞങ്ങൾ കാണുന്നില്ല, സ്വാഅൽ മലികി, രാജാവിൻ്റെ അളവ് പാത്രം, രാജാവിൻ്റെ അളവ് പാത്രം ഞങ്ങൾ കാണുന്നില്ല. അപ്പം അതാണ് നഷ്ടപ്പെട്ടതെന്നർത്ഥം. എന്നിട്ട് പറയാം, വലിമൻ ജാഅ ബിഹി, അത് ഹാജരാക്കുന്ന ആൾക്ക്, അത് കൊണ്ടുവരുന്ന ആൾക്ക്, ഹിംലു ബഈരിൻ, ഒരു ഒട്ടക ചുമട് ധാന്യം സമ്മാനമായി കിട്ടും. ഹിംലു എന്ന് പറഞ്ഞാൽ ചുമട്, ബഈർ എന്ന് പറഞ്ഞാൽ ഒട്ടകം. അപ്പോൾ ഒട്ടകത്തിന് ചുമക്കാൻ കഴിയുന്ന അത്രയും ധാന്യം പാരിതോഷികമായി കിട്ടും. വ അന ബിഹി സഈം, അക്കാര്യം ഞാൻ ഏറ്റു. വ അന, ഞാൻ, ബിഹി, ആ കാര്യം കൊണ്ട്, സഈമുൻ, ഉത്തരവാദിയാണ്, ഞാനത് ഏറ്റു എന്നർത്ഥം. ആ കാര്യം ഞാൻ ഏറ്റിരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കാം, കാണാതെ പോയ ആ സാധനത്തെപ്പറ്റി 70-ാമത്തെ വാക്യത്തിൽ സിഖായ എന്നാണ് പ്രയോഗിച്ചത്. എന്നാൽ 72-ാമത്തെ ആയത്തിൽ സുവാ എന്ന പദമാണ് പ്രയോഗിച്ചത്, അല്ലേ? സിഖായ എന്നതിൻ്റെ അർത്ഥം വെള്ളം കുടിക്കുന്ന പാത്രം എന്നാണ്. ഇവിടെ പറഞ്ഞ ആയത്തിൽ സുവാ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അളവ് പാത്രം എന്നാണ്. അപ്പോൾ വെള്ളം കുടിക്കുന്ന പാത്രം സിഖായ, സുവാ എന്ന് പറഞ്ഞാൽ അളവ് പാത്രം. ഇവിടെ മുഫസ്സിറുകൾ പറയുന്നത്, ആദ്യം ഈ കോപ്പ വെള്ളം കുടിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു, പിന്നീട് വില പിടിച്ച പല ധാന്യങ്ങളും അളക്കാനും ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ രണ്ട് പ്രയോഗം നടത്തിയത്. അതായത് രാജാവ് മുമ്പ് ജലപാനത്തിന് ഉപയോഗിച്ചിരുന്ന, വെള്ളം കുടിക്കാൻ ഉപയോഗിച്ചിരുന്ന രത്നം പിടിപ്പിച്ച, വില പിടിച്ച ഒരു പാത്രമാണ് പിന്നീട് അളക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ടാണ് സിഖായത്ത് എന്നും സുവാ എന്നും ഒരു പാത്രത്തെ തന്നെ ഉദ്ദേശിച്ച് അല്ലാഹു തആല പറയാൻ കാരണം. അതല്ല, അളവ് പാത്രത്തിൻ്റെ രൂപത്തിൽ ഉണ്ടാക്കിയ ഒരു പാനപാത്രമായിരുന്നു, വെള്ളക്കോപ്പയായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണമെന്നും അഭിപ്രായമുണ്ട്. ഏതായാലും രാജാവിൻ്റെ പാനപാത്രമാണ്, അതിന്
അതിൻ്റേതായ സവിശേഷത ഉണ്ടാകുമെന്ന് തന്നെ മനസ്സിലാക്കാം. ഇവിടെ സുവാ എന്നതിൻ്റെ സ്ഥാനത്ത് സ്വാ എന്നൊരു ഖിറാഅത്തും ഉണ്ട്. രണ്ടായാലും നാഴി എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്നത് പോലെ അളവിന് ഉപയോഗിക്കുന്ന ഒരു പാത്രം എന്ന് മനസ്സിലാക്കുക. ശരി, ഇനി നമുക്ക് 73-ാമത്തെ ആയത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഈ വസ്തുവാണ് നഷ്ടപ്പെട്ടത് എന്ന് ഈ ഉദ്യോഗസ്ഥൻ ഇവരോട് പറഞ്ഞപ്പോൾ ഇവരാകെ അത്ഭുതപ്പെട്ടു പോയി. ഞങ്ങളെ കൂട്ടത്തിൽ ആരും ആ പാനപാത്രം എടുക്കാൻ സാധ്യതയില്ല, അങ്ങനെ ഊഹിക്കാൻ പോലും അവർക്ക് കാരണമില്ല. അതുകൊണ്ട് തന്നെ അവർ ആരോപണം നിഷേധിക്കുകയാണ്. ഇനി അവർ സത്യാവസ്ഥ തുറന്നു പറഞ്ഞു. നിങ്ങൾക്കറിയാലോ, ഞങ്ങൾ ഈ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ വന്നവരല്ല, മോഷണം നടത്തുന്ന പതിവും ഞങ്ങൾക്കില്ല. ഞങ്ങൾ മഹാനായ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കളാണ്, പ്രവാചക പാരമ്പര്യമുള്ള ആളുകളാണ്. രാജാവ് നൽകിയ ആദ്യത്തിലൂടെയും പരിഗണനയോടുമൊക്കെ നിങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇങ്ങനെയൊക്കെ ആയിട്ടും നിങ്ങൾ എന്താണ് ഞങ്ങളെ സംശയിക്കുന്നത്? അതാണ് 73-ാം ആയത്തിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലൂ തല്ലാഹി ലഖദ് അലിംതും മാ ജിഅ്നാ ലിനുഫ്സിദ ഫിൽ അർളി വമാ കുന്നാ സാരിഖീൻ. ഖാലൂ, അവർ ബോധിപ്പിച്ചു, ആ സഹോദരന്മാർ പറഞ്ഞു, തല്ലാഹി, അല്ലാഹുവിന് തന്നെ സത്യം, ലഖദ് അലിംതും, നിങ്ങൾക്കറിയാമല്ലോ, തീർച്ചയായും നിങ്ങൾക്കറിയാമല്ലോ, മാ ജിഅ്ന, ഞങ്ങൾ വന്നിട്ടില്ല, ലിനുഫ്സിദ ഫിൽ അർളി, ഇവിടെ കുഴപ്പമുണ്ടാക്കാൻ, ഭൂമിയിൽ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാനല്ല ഞങ്ങൾ വന്നത് എന്ന് നിങ്ങൾക്കറിയാലോ. കുഴപ്പമുണ്ടാക്കാനല്ല ഞങ്ങൾ ഇന്നാട്ടിലെത്തിയതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ഒമാ കുന്നാ സാരിഖീൻ, ഞങ്ങൾ കള്ളന്മാരുമായിട്ടില്ല, ഞങ്ങളൊന്നും കട്ടിട്ടുമില്ല, ഞങ്ങളതിന് വന്ന ആളുകളുമല്ല. ശരി, ഇനി 74-ാമത്തെ ആഴ്ച നോക്കൂ. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ മോഷണം നടത്തുന്ന തരക്കാരല്ല, പ്രവാചകന്മാരുടെ പാരമ്പര്യം നിലനിർത്തി പോരുന്ന ആളുകളാണ്. ഇതൊക്കെ അവർ പറഞ്ഞു നോക്കി. പക്ഷെ ഉദ്യോഗസ്ഥന്മാർ അതുകൊണ്ടൊന്നും തൃപ്തിപ്പെട്ടില്ല. ഇവരെല്ലാവരും കുറ്റം നിഷേധിച്ച് നിരപരാധികളാണ് പറഞ്ഞു. ശരി തന്നെ, പക്ഷേ തൊണ്ടി സാധനം കിട്ടണ്ടേ? അത് കിട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് പ്രശ്നം രൂക്ഷമാവുകയാണ്. നിങ്ങൾ ഈ പറയുന്നത് സത്യമല്ലെന്ന് തെളിഞ്ഞാൽ എന്തു വേണം എന്നായി അടുത്ത ചോദ്യം. ഉദ്യോഗസ്ഥന്മാർ പിന്നെ അങ്ങനെ ചോദിച്ചത്. ശരി, നിങ്ങൾ നിഷേധിച്ചു, നിങ്ങൾ ഈ പറഞ്ഞത് സത്യമല്ല എന്ന് തെളിഞ്ഞാൽ എന്തു വേണം? നിങ്ങളാണ് പാത്രം മോഷ്ടിച്ചതെന്ന് തെളിഞ്ഞാൽ എന്തായിരിക്കണം ശിക്ഷ? അതാണ് ചോദിക്കുന്നത്. അപ്പോൾ സഹോദരന്മാർ ചിന്തിച്ചു, ഇത്രയൊക്കെ നിരപരാധിത്വം തെളിയിച്ച സ്ഥിതിക്ക് ഇനി മറിച്ച് സംഭവിച്ചാൽ, അങ്ങനെ സംഭവിക്കില്ല എന്നാണ് അവരെ മനസ്സിപ്പോഴും പറയുന്നത്. കാരണം ഒരിക്കലും അവരുടെ ചിന്തയിലില്ലല്ലോ ഈ ഒരു വിഷയം. അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ശിക്ഷ എന്തു വേണമെന്ന് അവർ തന്നെ പറയട്ടെ എന്നാണ് ഉദ്യോഗസ്ഥൻ ആഗ്രഹിക്കുന്നത്. നോക്കൂ 74-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലൂ ഫമാ ജസാഉഹു ഇൻ കുൻതും കാദിബീൻ. ഖാലൂ, അവർ ചോദിച്ചു, ഫമാ ജസാഉഹു, എന്തു ശിക്ഷ തരണം? ഇൻ കുൻതും കാദിബീൻ, നിങ്ങൾ പറയുന്നത് കളവാണെങ്കിൽ, നിങ്ങൾ വ്യാജമാണ് പറയുന്നതെങ്കിൽ എന്തു ശിക്ഷ തരണം? നോക്കൂ 75-ാമത്തെ ആയത്തിൽ മറുപടി പറയുന്നത് അവർ പറഞ്ഞു, ഒട്ടും ആലോചിക്കാതെ അവർ പ്രതികരിച്ചു, ഞങ്ങളാണ് മോഷ്ടാക്കളെങ്കിൽ ആരുടെ ഭാണ്ഡത്തിൽ നിന്നാണോ ആ പാനപാത്രം കിട്ടിയത് അയാളെ നിങ്ങൾക്ക് വിട്ടുതരാം. എന്ന് പറഞ്ഞാൽ അയാളെ നിങ്ങൾ ഇവിടെ പിടിച്ചു വെച്ചോളൂ, അതാണ് ശിക്ഷ. ഇങ്ങനെയാണ് ഞങ്ങൾ മോഷണം നടത്തുന്ന അക്രമകാരികളായ ആളുകൾക്ക് ശിക്ഷ കൊടുക്കാറുള്ളത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ. 75-ാമത്തെ ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലൂ ജസാഉഹു മൻ വുജിദ ഫീ റഹ്ലിഹി ഫഹുവ ജസാഉഹു കദാലിക നജ്സിൽ ളാലിമീൻ. ഖാലൂ, അവർ പ്രതികരിച്ചു, അവർ മറുപടി പറഞ്ഞു, മൻ വുജിദ ഫീ റഹ്ലിഹി, ആരുടെ ഭാണ്ഡത്തിലാണോ അതുള്ളത്, ആരുടെ ഭാണ്ഡത്തിൽ നിന്നാണോ ആ പാനപാത്രം കണ്ടെത്തിയത്, ഫഹുവ ജസാഉഹു, അവൻ തന്നെയാണ് അതിൻ്റെ പ്രതിഫലം. എന്നാൽ അയാളെ പിടിച്ചു വെക്കലാണ് അതിൻ്റെ ശിക്ഷ. ഇവിടെ ജസാ എന്ന് പറഞ്ഞ ശിക്ഷ നടത്തും. മൻ വുജിദ ഫീ റഹ്ലിഹി, ആരുടെ ഭാണ്ഡത്തിലാണ് അതുള്ളത്, ഫഹുവ, അവൻ ജസാഉഹു എന്ന് പറഞ്ഞാൽ അവനാണ് അതിൻ്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ അവനെ പിടിച്ചു വെക്കലാണ് അതിൻ്റെ ശിക്ഷ. അതായത് അതിനുള്ള ശിക്ഷ ആരുടെ കെട്ടിൽ നിന്ന് അത് കണ്ടു കിട്ടിയോ അവൻ തന്നെയാണ്. അതാണ് ആ കളവിനുള്ള ശിക്ഷ. കദാലിക, ഇപ്രകാരമാണ് നജ്സിൽ ളാലിമീൻ, നമ്മൾ അക്രമികളായ ആളുകൾക്ക് പ്രതിഫലം നൽകുന്നത്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ബെന്യാമീൻ എന്നവരെ കൂടെ നിർത്താൻ, നാട്ടിലേക്ക് അയക്കാതെ കൂടെ നിർത്താൻ ബെന്യാമീനും യൂസുഫ് നബി അലൈഹി സ്വലാമും രണ്ടുപേരും ചേർന്ന് സംയുക്തമായി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയൊരു പദ്ധതിയാണിത്. നമ്മൾ നേരത്തെ പറഞ്ഞു, മോഷണം നടത്തുന്ന ആളുകളെ 1 വർഷം പിടിച്ചു വെച്ച് അടിമയാക്കുക എന്നതാണ് കൻആനിലെ ശിക്ഷ. കൻആൻ എന്ന് പറഞ്ഞാൽ ഈ സഹോദരന്മാരുടെ നാട്ടിലെ ശിക്ഷ, യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ നാട്ടിലെ ശിക്ഷ, ഈജിപ്തിലേതല്ല. അതായത്
ഈ ഒരു ആവശ്യം, അതായത് ബിന്യാമീനെ നിങ്ങൾ ഇവിടെ നിന്ന് നിർത്തിക്കോളൂ, ആരുടെ ഭാണ്ഡത്തിൽ നിന്നാണോ അത് കിട്ടുന്നത് അയാളെ നിങ്ങളൊരു വർഷം അടിമാക്കി വെച്ചോളൂ എന്ന ശിക്ഷ അവരുടെ നാക്കിലൂടെ തന്നെ അല്ലാത്ത പുറത്തു കൊണ്ടുവരികയാണ്. ഈജിപ്തിൽ ശിക്ഷ അതല്ല. ഈജിപ്തിൽ മോഷണക്കൂട്ടത്തിന് ശിക്ഷ എന്താണെന്നറിയോ? പരസ്യമായി ചാട്ടവാറ് അടി നൽകുന്നതിന് വിട്ടേക്കും. അതിവിടെ പ്രായോഗികമല്ല. കാരണം ഈജിപ്തിലെ ശിക്ഷാപ്രകാരം ബിന്യാമിൻ്റെ കെട്ടിൽ നിന്ന് ആ സാധനം കിട്ടിയാൽ ചാട്ടവാറി അടി അടിച്ചിട്ട് ബിന്യാമിൻ അവരുടെ കൂടെ തന്നെ പറഞ്ഞേക്കും. യൂസുഫ് നബി അലൈഹി സ്വലാം എന്താ വേണ്ടത്? ബിന്യാമിൻ കൂടെ നിൽക്കണം അല്ലേ? അപ്പോൾ അതിന് അവരെ നാക്കിലൂടെ തന്നെ അവരുടെ നാട്ടിലെ ശിക്ഷ അള്ളാഹു തആല പറയിപ്പിക്കുകയാണ്. മനസ്സിലാവുണ്ടോ? അള്ളാഹു തആല പിന്നീട് പറയുന്നുണ്ട്, ഈ തന്ത്രം നമ്മളാണ് യൂസുഫ് നബി അലൈഹി സ്വലാമിന് ആവിഷ്കരിച്ചു കൊടുത്തത്. ഇത് അള്ളാഹു പ്രയോഗിച്ചൊരു തന്ത്രമാണെന്നർത്ഥം. കദാലിക നജ്സിൽ ളാലിമീൻ. ഈ സഹോദരന്മാർ പറയാണ്, അക്രമികളായ ആളുകൾക്ക് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ് ശിക്ഷ കൊടുക്കാറുള്ളത്. അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ശരീഅത്ത് പ്രകാരം ഒരാൾ മോഷണം നടത്തിയാൽ അയാളുടെ ശിക്ഷ മോഷ്ടിക്കപ്പെട്ട സ്വത്തിൻ്റെ ഉടമസ്ഥന് അയാളെ വിട്ടുകൊടുക്കും. ഇങ്ങനെ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് ഒരു നിശ്ചിത കാലം വരെ അവൻ്റെ ബന്ധനത്തിലോ അടിമത്തത്തിലോ കഴിഞ്ഞുകൂടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ സഹോദരങ്ങൾ ഇങ്ങനെ മറുപടി പറഞ്ഞത്, ഞങ്ങൾ അക്രമികൾക്ക് അപ്രകാരമാണ് പ്രതിഫലം നൽകുക. അതായത് ആ ഒരു ഞങ്ങളുടെ ശരീഅത്തിൽ, ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണ് രീതി എന്നർത്ഥം. നമ്മുടെ ശരീഅത്തിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തായ നമ്മുടെ ശരീഅത്തിൽ മോഷ്ടാവിൻ്റെ കൈ മുറിക്കാനുള്ള ചെയ്യുക. അതുപോലെയാണ് അവരുടെ ശരീഅത്തിൽ മോഷ്ടാക്കളുടെ മേൽ അടിമത്തം വിധിക്കപ്പെട്ടിരുന്നത്. ഒരു വർഷത്തെ അടിമത്തമായിരുന്നു എന്നൊക്കെ മുഫസ്സിറുകൾ പറയുന്നുണ്ട്. ഇനി നമുക്ക് 76-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. ഇനി ആ ഉദ്യോഗസ്ഥർ അവരെ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ സന്നിധിയിൽ പരിശോധനക്കായി കൊണ്ടുപോവുകയാണ്. യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ മുന്നിലെത്തി മഹാനവറുകൾ പരിശോധന തുടങ്ങി. ആദ്യം മുതിർന്ന സഹോദരന്മാരുടെ കെട്ടുകൾ ഓരോന്നോരോന്നും ഇങ്ങനെ പരിശോധിച്ചു. ആ ക്രമമനുസരിച്ച് പരിശോധിച്ചു. ഇമാം ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഓരോ കെട്ട് അഴിച്ച് പരിശോധിച്ച് കഴിയുമ്പോൾ അതിലൊന്നും ഈ പാനപാത്രം കണ്ടില്ല. അപ്പം മൂപ്പര് യൂസുഫ് നബി അലൈഹി സ്വലാം അവർക്കെതിരെ ആരോപണം ഉന്നയിച്ചതിന് പശ്ചാത്തപിച്ചു കൊണ്ടിരുന്നു എന്നാണ്. ഓരോരുത്തരും കെട്ടിങ്ങനെ തെരഞ്ഞിട്ട് അതിനൊന്നും കിട്ടില്ലത്. അപ്പോൾ കിട്ടാതിരിക്കുമ്പോൾ മൂപ്പരെന്ത് ചെയ്യും? മഹാനവറുകൾ അവരെ പേരിൽ കള്ളന്മാരാണ് എന്ന് പറഞ്ഞതിൽ പശ്ചാത്തപിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ 10 പേരുടെയും പരിശോധിച്ചു കഴിഞ്ഞു. ബിന്യാമിൻ്റെത് മാത്രം ബാക്കിയായി. അപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞത്രേ, ഇയാളത് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഇയാളത് മോഷ്ടിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ സഹോദരന്മാർ സമ്മതിച്ചില്ല, അവരെ വിട്ടുകൊടുത്തില്ല. നിങ്ങൾ ചെക്ക് ചെയ്തേ പറ്റൂ, കാരണം സംശയ ദൂരീകരണം വേണം. ഞങ്ങൾ കള്ളന്മാരാണ് എന്ന് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്, അതുകൊണ്ട് അവൻ്റേത് കൂടെ ചെക്ക് ചെയ്യണം. ഞങ്ങളുടെ മനസ്സമാധാനത്തിനും സംശയമില്ലാതെയാവാനും ബിന്യാമീൻ്റേത് കൂടി പരിശോധിക്കണമെന്നവർ ആവശ്യപ്പെട്ടു. അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാം അത് പരിശോധിക്കുകയാണ്. അപ്പോഴെന്താ കണ്ടത്? അതാ ബിന്യാമീൻ്റെ കെട്ടുകളിൽ ആ പാനപാത്രം കിടക്കുന്നു. സുബ്ഹാനല്ലാഹ്. യൂസുഫ് നബി അലൈഹി സ്വലാം ഇതറിയാം. തൊണ്ടി സാധനം ആരിൽ നിന്ന് കിട്ടിയോ അയാൾ അടിമയായി പിടിച്ചു വെക്കണമെന്ന് നേരത്തെ സഹോദരങ്ങൾ തീരുമാനം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്തായി? ബിന്യാമീനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി അല്ലേ? മാഷാ അല്ലാഹ്, വളരെ ആസൂത്രിതമായൊരു നീക്കമാണ്. ബിന്യാമീന് വിഷമവും അപമാനവും ഇല്ലാതിരിക്കാനാണ് മുകളിൽ സൂചിപ്പിച്ച പോലെ ഇരുവരും ഇത് ആസൂത്രണം ചെയ്തത്. സ്വന്തം സഹോദരനെ കൂടെ നിർത്തുക എന്ന ആഗ്രഹം സഫലീകരിക്കാനായി അള്ളാഹുവാണ് ഈ ഒരു തന്ത്രം ആവിഷ്കരിച്ചു കൊടുത്തത്. സാധാരണഗതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബിന്യാമിനൊപ്പം നിർത്താൻ മാർഗങ്ങളില്ല. മോഷണക്കുറ്റം ചുമത്തിയാൽ തന്നെയും ഈജിപ്തിലെ നിയമമനുസരിച്ച് മോഷ്ടാവിനെ പിടിച്ചുവെക്കാനോ അടിമയാക്കാനോ വകുപ്പില്ല. അടിയും കളവും മുതൽ ഇരട്ടി സംഖ്യ നഷ്ടം വാങ്ങലുമാണ് അവരുടെ ശിക്ഷ. ഈജിപ്തിൽ വെച്ച് കുറ്റം ചെയ്യുമ്പോൾ അവിടുത്തെ ശിക്ഷയാണല്ലോ നൽകുക. അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ആയത്തിൽ മാ കാന ലിയഖുദ അഖാഹു ഫീ ദീനിൽ മലിക്കി. രാജാവിൻ്റെ നിയമ നടപടി പ്രകാരം അദ്ദേഹത്തിന് തൻ്റെ സഹോദരനെ പിടിച്ചു വെക്കാൻ നിവൃത്തി ഉണ്ടായിരുന്നില്ല എന്ന് അല്ലാഹു തആല പറയുന്നത്. സഹോദരന്മാർ പറഞ്ഞാൽ എന്താ? ഞങ്ങളുടെ നാട്ടിലെ ശിക്ഷ, അതായത് കൻആനിലെ ശിക്ഷ അയാൾക്ക് നൽകണം, അതായത് ഒരു കൊല്ലത്തേക്ക് അടിമാക്കി വെക്കണം. ആയത്ത് നോക്കൂ, 76-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فبدأ بأوعيتهم قبل وعاء أخيه ثم استخرجها من وعاء أخيه كذلك كدنا ليوسف ما كان ليأخذ أخاه في دين الملك إلا أن يشاء الله نرفع درجات من نشاء وفوق كل ذي علم عليم. فبدأ യൂസുഫ് നബി അലൈഹി സ്വലാം പരിശോധിക്കാൻ തുടങ്ങി. ബി ഔഇയത്തിഹിം, ആ സഹോദരന്മാരുടെ ഭാണ്ഡങ്ങൾ. എന്തിനു മുമ്പ്?
ഖബ്ല വിആഇ അഖീഹി, തൻ്റെ സഹോദരൻ്റെ ഭാണ്ഡത്തിന് മുമ്പ്, തൻ്റെ സഹോദരൻ്റെ ഭാണ്ഡം പരിശോധിക്കുന്നതിന് മുമ്പ് അവരുടെ ഭാണ്ഡങ്ങൾ പരിശോധിക്കാൻ തുടങ്ങി. എന്നിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം സുമ്മസ്തഖ്റജഹ, പിന്നീട് ആ പാനപാത്രം മഹാനവറുകൾ പുറത്തെടുത്തു. മിൻ വിആഇ അഖീഹി, തൻ്റെ സഹോദരൻ്റെ കെട്ടിൽ നിന്ന്. കദാലിക കിദ്നാ യൂസുഫ്, ശ്രദ്ധിക്കാം, കദാലിക അപ്രകാരം, കിദ്നാ യൂസുഫ്, കിദ്ന നമ്മൾ തന്ത്രം മെനഞ്ഞു, യൂസുഫ യൂസുഫ് നബി അലൈഹി സ്വലാമിന് വേണ്ടി. യൂസുഫ് നബി അലൈഹി സ്വലാമിന് ബെന്യാമീനെ കൂടെ നിർത്താൻ വേണ്ടി ഇപ്രകാരം നമ്മൾ തന്ത്രം മെനഞ്ഞു. അള്ളാഹു പറയാണ് കിദ്ന, നമ്മൾ തന്ത്രം മെനഞ്ഞു. കാരണം എന്താ തന്ത്രം മെനാൻ കാരണം? മാക്കാനലി അഖാഹു ഫീ ദീനിൽ മലിക് ഇല്ലാ അൻ യശാ അല്ലാഹ്, ഈജിപ്ത് രാജാവിൻ്റെ ഭരണവ്യവസ്ഥ പ്രകാരം, ഈജിപ്തിലെ നിയമപ്രകാരം, ദീൻ എന്ന് പറഞ്ഞാൽ മതം, നിയമം എന്നർത്ഥം. ഈജിപ്തിലെ നിയമപ്രകാരം യൂസുഫ് നബി അലൈഹി സ്വലാമിന് സ്വന്തം സഹോദരനെ പിടിച്ചു വെക്കാൻ സാധിക്കില്ലായിരുന്നു. മാക്കാനലി അഖാഹു, സ്വന്തം സഹോദരനെ പിടിച്ചു വെക്കാൻ യൂസുഫ് നബി അലൈഹി സ്വലാമിന് സാധിക്കില്ലായിരുന്നു. ഫീ ദീനിൽ മലിക്, ആ രാജാവിൻ്റെ നിയമപ്രകാരം, ഈജിപ്തിലെ നിയമപ്രകാരം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, വിശദീകരിച്ചല്ലോ. ഇല്ലാ അൻ യശാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാലൊഴികെ. നർഫഉ ദർജാതിൻ മൻ നശാഉ, നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുകളുടെ ദർജകൾ നമ്മൾ ഉയർത്തിക്കൊണ്ടേയിരിക്കും. വഫൗഖ കുല്ലി ദി ഇൽമിൻ അലീം, എല്ലാ ജ്ഞാനികൾക്കും ഉപരി ഒരു സർവജ്ഞനുണ്ട്. വഫൗഖ കുല്ലി ദി ഇൽമിൻ, എല്ലാ അറിവുള്ളവരുടെയും മുകളിലുണ്ട്. അലീമുൻ, സർവജ്ഞനായ ഒരാളുണ്ട്. അത് അള്ളാഹുണ്ട്. അപ്പോൾ കദാലിക കിദ്നാ യൂസുഫ്, ബിന്യാമീൻ്റെ ധാന്യക്കെട്ടിൽ ആ കോപ്പ ഇടാൻ തോന്നിപ്പിച്ചത്, സഹോദരന്മാർ അറിയാത്ത വിധം അത് ബിന്യാമീൻ്റെ സാധനങ്ങൾ കണ്ടെടുക്കാൻ കഴിഞ്ഞത്, മോഷ്ടിച്ചവനെ നിങ്ങൾക്ക് വിട്ടുതരാമെന്ന് സഹോദരന്മാർ ഇങ്ങോട്ട് സമ്മതിച്ചത്, അങ്ങനെ അവരുടെ വാക്കനുസരിച്ച് തന്നെ ബിന്യാമീനെ തൻ്റെ കൂടെ നിർത്താൻ സാധിച്ചത്, ഇതെല്ലാം യൂസുഫ് നബി അലൈഹി സ്വലാമിന് വേണ്ടി അള്ളാഹു നടത്തിയ ചില തന്ത്രങ്ങളാണ്. അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ ആ നാട്ടിലെ രാജകീയ നിയമ നടപടി അനുസരിച്ച് അനുജനെ കൂടെ നിർത്താൻ അദ്ദേഹത്തിന് നിവൃത്തിയില്ലായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നും അള്ളാഹു തആല വ്യക്തമാക്കുകയാണ്. കദാലിക കിദ്നാ യൂസുഫ്. ഈ കിദ്ന എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കൈദ് എന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിനു വേണ്ടി നേരെ ചൊവ്വേ അല്ലാതെ എന്തെങ്കിലും തരത്തിലുള്ള ഉപായം പ്രയോഗിക്കുന്നതിനാണ് കൈദ് എന്ന് അറബിയിൽ പറയുക. ഇമാം റാഗിബ് എന്നവർ പറയുന്നുണ്ട്, കൈദ് എന്നാൽ അത് കൗശല പ്രയോഗമാണ്. അത് രണ്ട് രൂപത്തിലുണ്ട്. ആക്ഷേപാർഹമായ കൗശല പ്രയോഗമുണ്ട്, നല്ല കൗശല പ്രയോഗമുണ്ട്. അധിക കൗശല പ്രയോഗവും ആക്ഷേപാർഹമായിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കദാലിക കിദ്നാ യൂസുഫ്, നമ്മൾ യൂസുഫ് നബി അലൈഹി സ്വലാമിന് വേണ്ടി തന്ത്രം പ്രയോഗിച്ചു എന്ന് പറയുന്നിടത്തെല്ലാം, അല്ലെങ്കിൽ തന്ത്രം പ്രയോഗിച്ചു എന്ന് പറയുന്ന എല്ലായിടത്തും അത് ആക്ഷേപാർഹമായ തന്ത്രമായിരിക്കുമെന്നോ അക്രമമായിരിക്കുമെന്നോ വെക്കാൻ വകുപ്പില്ല. കാരണം എന്താ? രണ്ട് തരത്തിലുണ്ടാവും, നല്ലതും ഉണ്ടാവും, ആകാത്തതും ഉണ്ടാവും. ആ തന്ത്രം പ്രയോഗിച്ച സന്ദർഭവും മറ്റും നോക്കിയിട്ടാണ് അത് നല്ലതോ ചീത്തയോ എന്ന് തീരുമാനിക്കാം. ഇവിടെ യൂസുഫ് നബി അലൈഹി സ്വലാം തൻ്റെ സഹോദരന്മാർ ഇക്കാലം അത്രയും അദ്ദേഹത്തോടും ബെന്യാമീനോടും കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ, അക്രമങ്ങൾ വെച്ച് നോക്കുമ്പോൾ, അവരോട് ചെയ്ത ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാ നിലക്കും നീതിയുക്തമാണ്. ഒന്നും ചതിയോ വഞ്ചനയോ അക്രമമല്ല. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. സഹോദരന്മാർ തന്നെ ബിന്യാമീനെ അവിടെ വിട്ടുപോകാൻ കാരണമാക്കുന്നൊരു സൂത്രമായിരുന്നു ഇതെന്ന് എളുപ്പം മനസ്സിലാക്കാം. ഈ കൈദ് എന്ന പ്രയോഗത്തിൻ്റെ, ഈ പദത്തിൻ്റെ ആശയവും പ്രയോഗവും അർത്ഥവുമൊക്കെ, അതേപോലെ ഈ വിഷയത്തിൻ്റെ എല്ലാ വശവും ശരിക്കും മനസ്സിലാക്കാതെ ചില ആളുകൾ, ചില പുത്തൻവാദികളായ ആളുകൾ ഇവിടെ ഈ ആയത്തിന് പല ദുർവ്യാഖ്യാനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതൊന്നും ശരിയല്ല എന്നുകൂടെ സാന്ദർഭികമായി മനസ്സിലാക്കണം. നർഫഉ ദർജാതിൻ മൻ നശാ, നമ്മൾ ഉദ്ദേശിക്കുന്നവരുടെ പദവികൾ നാം ഉയർത്തുന്നു. ഈ വ്യാഖ്യാനം, ഈ ഒരു പ്രഖ്യാപനം വളരെ വിശാലമായ അർത്ഥം ഉൾക്കൊള്ളുന്നതാണ്. ഇവിടെ സഹോദരങ്ങൾ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കൊല്ലാൻ തുനിഞ്ഞ ആളുകളാണ്, കൊല്ലാൻ ശ്രമിച്ച ആളുകളാണ്. പക്ഷേ മഹാനവറുകൾ ഇപ്പോൾ അത്യുന്നതമായ സ്ഥാനങ്ങളിലാണ് ഇരിക്കുന്നത്, അല്ലേ? ഈ സഹോദരന്മാരുടെ അവസ്ഥ അങ്ങനെയല്ലല്ലോ. നർഫഉ ദർജാതിൻ മൻ നശാ വഫൗഖ കുല്ലി ദി ഇൽമിൻ അലീം, എല്ലാ ജ്ഞാനികൾക്കും മേലെ സർവജ്ഞനായ അള്ളാഹു ഉണ്ട്. ഇതാണ് ഒരു വ്യാഖ്യാനം. മറ്റൊരു വ്യാഖ്യാനം, അറിവുള്ള ആരുടെയും മുകളിൽ അയാളേക്കാൾ അറിവുള്ള വേറെ ഒരാൾ ഉണ്ടായിരിക്കും. ഒടുക്കം ആ ശൃംഖല അള്ളാഹുവിൽ ചെന്ന് അവസാനിക്കുകയും ചെയ്യും. ഏതായാലും രണ്ടഭിപ്രായവും ചെന്നവസാനിക്കുന്നത് അള്ളാഹുവിലേക്ക് തന്നെയാണ്. ഇനി 77-ാമത്തെ ആയത്ത് നോക്കൂ. ഏതായാലും സാധനങ്ങൾ പരിശോധിച്ചപ്പോൾ ബിന്യാമീൻ എന്നവരുടെ കെട്ടിൽ നിന്ന് കിട്ടി.
അല്ലേ? ഇതോടെ ആ സഹോദരന്മാർ വല്ലാതെ അപമാനിതരായി. യൂസുഫ് നബി അലൈഹി സ്വലാമിന് നേരെ പല അതിക്രമങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്തരം സ്വഭാവ ദൂഷ്യങ്ങളൊന്നും അവർക്കുണ്ടായിരുന്നില്ല. മാത്രമല്ല, തൊട്ട് മുമ്പ് അവർ പറഞ്ഞല്ലോ, ഞങ്ങൾ കുഴപ്പക്കാരല്ല, മോഷണമോ മറ്റോ ഞങ്ങൾ ചെയ്യില്ല, ഞങ്ങൾ പ്രവാചക പാരമ്പര്യത്തിൽപ്പെട്ട ആളുകളാണെന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇങ്ങനൊരു സംഭവം നടന്നപ്പോൾ ഇനിയിപ്പോൾ മുഖം രക്ഷിക്കാനും അതേപോലെ കൈ കഴുകാനും എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞേ പറ്റൂ. അങ്ങനെയാണ് അവർ കളം മാറ്റി ചവിട്ടുന്നത്. അവർ പറയാ, ഒരു സങ്കോചവുമില്ലാതെ പറയാണ്, ഇവൻ ബിന്യാമിൻ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ആശ്ചര്യപ്പെടാനൊന്നുമില്ല, അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇവൻ്റെ ഒരു സഹോദരനും മുമ്പ് മോഷണം നടത്തിയിരുന്നു. നോക്കുകയാണെങ്കിൽ അവർ പറഞ്ഞത്. ഇതും പറഞ്ഞ് ബിന്യാമീനെ തരം താഴ്ത്തുകയാണ് അവർ ചെയ്തത്. അവർ രണ്ടാളും അത്തരക്കാരാണെങ്കിലും ഞങ്ങൾ അത്തരക്കാരല്ല എന്നാണ് അവർ പറയാതെ പറയുന്നത്. യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച് ഇവൻ്റെ സഹോദരൻ എന്ന പ്രയോഗം ആയത്തിൽ ഇനി വരുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവൻ്റെ സഹോദരൻ, അതായത് ഇവൻ്റെ മാതാവും പിതാവും ഒത്ത സഹോദരൻ, ബാപ്പാൻ്റെ രണ്ടാം ഭാര്യയിൽ ജനിച്ച മക്കൾ എന്നൊരു അന്യതാബോധം മനസ്സിൽ വെച്ചാണ് ഇവൻ്റെ സഹോദരൻ എന്ന് അവർ പറയുന്നത്. ഈ രണ്ടുപേരെയും മാറ്റി നിർത്തിയാൽ ഞങ്ങൾ 10 സഹോദരന്മാരും നല്ലവർ തന്നെയാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ധ്വനി. ഏതായാലും യൂസുഫ് നബി അലൈഹി സ്വലാം മോഷ്ടിച്ചിരുന്നു എന്ന് പറഞ്ഞത് പച്ച നുണയാണ്. അതാണ് ഇപ്പോൾ പറഞ്ഞത്. അവരെ മുഖം രക്ഷിക്കാൻ വേണ്ടി പറയണം. ഇവനിപ്പോൾ കട്ടിട്ടുണ്ടെങ്കിൽ മുമ്പ് ഇവൻ്റെ സഹോദരൻ യൂസുഫും കട്ടിരുന്നു, മോഷ്ടിച്ചിരുന്നു. അത് പച്ച നുണയാണ്. ഇനി അതല്ല, ഇവിടെ ഒരു അഭിപ്രായമുള്ളത്, ചെറുപ്പത്തിൽ വളരെ രഹസ്യമായി യൂസുഫ് നബി അലൈഹി സ്വലാം ഒരു ബിംബത്തെ നശിപ്പിച്ച സംഭവമാണ് അവർ ഉദ്ദേശിച്ചത് എന്ന് വ്യാഖ്യാനിക്കുന്നുണ്ട് ചില മുഫസ്സിറുകൾ. അതായത് കുട്ടിക്കാലത്ത് കുടുംബത്തിൽപ്പെട്ട ആരുടെയോ ഒരാളുടെ വിഗ്രഹം അവരറിയാതെ യൂസുഫ് നബി അലൈഹി സ്വലാം എടുത്തുകൊണ്ട് നശിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഇവർ ഇപ്പോൾ മോഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഉദ്ദേശിച്ചത്. വേറെ ചില പറഞ്ഞ അഭിപ്രായം, അവർ നേരിട്ട അപമാനത്തിന് തെല്ലെന്ന് ആശ്വാസം കിട്ടാൻ വേണ്ടി വെറുതെ അങ്ങ് വെച്ച് കാച്ചിയതാണ്. അവരെ മുഖം രക്ഷിക്കാൻ വേണ്ടി അവർ പറഞ്ഞ ഒരു പച്ച നുണയാണ് എന്നർത്ഥം. ഏതായാലും യൂസുഫ് നബി അലൈഹി സ്വലാം ഈ ആരോപണത്തിന് മറുപടി പറഞ്ഞില്ല. ആ വിഷയം മനസ്സിലൊതുക്കി വെച്ചു. മഹാനവറുകൾ മനസ്സിലിങ്ങനെ പറഞ്ഞു, എന്തൊരു മോശം നിലപാടാണ് നിങ്ങളുടേത്, എന്തു പച്ച നുണയാണ് ഈ തട്ടിവിടുന്നത്, ഇത്തരം വ്യാജങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കുന്നതൊക്കെ അള്ളാഹു അറിയുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞതിൻ്റെ യഥാർത്ഥ അവസ്ഥ അള്ളാഹുവിനറിയാം. 77-ാമത്തെ ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖാലൂ ഇൻ യസ്രിഖ് ഫഖദ് സറഖ അഖുൻ ലഹു മിൻ ഖബ്ൽ ഫഅസറഹാ യൂസുഫ് ഫീ നഫ്സിഹി വലം യുബ്ദിഹാ ലഹും ഖാല അൻതും ശർറും മക്കാനൻ വല്ലാഹു അഅലമു ബിമാ തസിഫൂൻ. ഖാലൂ, ആ സഹോദരന്മാർ പറഞ്ഞു, ഇൻ യസ്രിഖ്, ഇവൻ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ നമ്മൾ ചേർത്ത് പഠിക്കുക, മനസ്സിലാക്കുക, അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഫഖദ് സറഖ അഖുൻ ലഹു മിൻ ഖബ്ൽ, കാരണം ഫഖദ് സറഖ, തീർച്ചയായും മോഷ്ടിച്ചിട്ടുണ്ട്, അഖുൻ ലഹു, അവൻ്റെ സഹോദരൻ, ഞങ്ങളെ സഹോദരൻ എന്നല്ല പറയുന്നത്, അവൻ്റെ ഉമ്മയും ബാപ്പയും മൊത്തം സഹോദരൻ എന്ന് പറഞ്ഞാൽ യൂസുഫ് നബി അലൈഹി സ്വലാം. നമ്മൾ നേരത്തെ വിശദീകരിച്ചല്ലോ, മിൻ ഖബ്ലു, ഇതിനു മുമ്പ് അവൻ്റെ ഒരു സഹോദരൻ മോഷ്ടിച്ചിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ മഹാനവറുകളൊന്നും പറയാൻ പോയില്ല. ഫഅസറഹ യൂസുഫ് ഫീ നഫ്സി, യൂസുഫ് നബി അലൈഹി സ്വലാം അത് മനസ്സിൽ ഒളിപ്പിച്ചു. ഫഅസറഹ, ആ പറഞ്ഞതിനെ മഹാനവറുകൾ ഒളിപ്പിച്ചു, ഫീ നഫ്സി, തൻ്റെ നഫ്സിൽ. വലം യുബ്ദിഹാ ലഹും, അന്നേരം ഒന്നും മഹാനവറുകൾ വെളിപ്പെടുത്തിയില്ല, ഒന്നും പറഞ്ഞില്ല. വലം യുബ്ദിഹാ ലഹും എന്ന് പറഞ്ഞാൽ വെളിപ്പെടുത്തിയില്ല, മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, അവരോടൊന്നും പറഞ്ഞില്ല എന്നർത്ഥം. ഖാല, യൂസുഫ് നബി അലൈഹി സ്വലാം മനസ്സിൽ പറഞ്ഞു, അൻതും ശർറും മക്കാന, നിങ്ങളുടെ നിലപാട് എത്ര മോശം, അൻതും ശർറും മക്കാന, നിങ്ങളുടെ നിലപാട് എത്ര മോശമാണ്. വല്ലാഹു അഅലമു, അള്ളാഹുവിനറിയാം, ബിമാ തസിഫൂൻ, നിങ്ങൾ ഈ പറയുന്നതിനെ കുറിച്ചെല്ലാം, നിങ്ങൾ ഈ വിവരിച്ച് പറയുന്നതിനെ കുറിച്ചെല്ലാം അള്ളാഹുവിന് നന്നായി അറിയാം. 78-ാമത്തെ ആയത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഏതായാലും ബിന്യാമീൻ പിടിച്ചുവെക്കപ്പെട്ടു. ഇതോടുകൂടി സഹോദരങ്ങൾ ശരിക്കും വെട്ടിൽ വീണിരിക്കുകയാണ്. സാധനം ആരുടെ പാത്രത്തിൽ നിന്നാണോ കിട്ടുന്നത്, ആരുടെ ഭാണ്ഡത്തിൽ നിന്നാണോ കിട്ടുന്നത്, അയാളെ വിട്ടുതരാമെന്ന് ആദ്യമേ അവർ സമ്മതിച്ചതാണല്ലോ. പക്ഷെ ബിന്യാമീനെയാണ് വിട്ടുകൊടുക്കേണ്ടത് എന്ന് വന്നപ്പോൾ അവരാകെ ധർമ്മസങ്കടത്തിലായി. ബിന്യാമീനില്ലാതെ ബാപ്പാൻ്റെ അടുത്തേക്ക് എങ്ങനെ ചെല്ലുക? ആ അവസ്ഥ ആലോചിക്കാൻ പോലും വയ്യ. പണ്ട് യൂസുഫിനോട് ചെയ്തത് കാരണം മനസ്സില്ലാ മനസ്സോടെയാണ് ബാപ്പ ബിന്യാമീനെ ഞങ്ങളെ കൂടെ പറഞ്ഞയച്ചത്. അതും തിരിച്ചു കൊണ്ടുവരുമെന്ന ശക്തമായ ഉടമ്പടിയും കരാറുമൊക്കെ വാങ്ങിയ ശേഷം ഇപ്പോഴിതാ താൽക്കാലികമായെങ്കിലും ബിന്യാമീനും നഷ്ടപ്പെടുകയാണ്. 1 കൊല്ലമാണ് ബിന്യാമിൻ്റെ തടവുകാലം.
ഈ വ്യവസ്ഥ ഞങ്ങൾ തന്നെ അംഗീകരിച്ചതാണ്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എന്താ ഒരു വഴി? ഏതായാലും അവരിങ്ങനെ തീരുമാനിച്ചു. നല്ലവനും ഉദാരമതിയുമായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒന്നുകൂടെ അപേക്ഷിച്ച് നോക്കാം എന്നവർ തീരുമാനിച്ചു. അങ്ങനെ അവർ യൂസുഫ് നബി അലൈഹി ഇസ്ലാം സമീപിക്കുകയാണ്. അവർ പറഞ്ഞു, ബഹുമാനപ്പെട്ട അസീസ്, ബിന്യാമീന് വയോവൃദ്ധനായൊരു പിതാവുണ്ട്. ഇവനെ പിരിഞ്ഞിരിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇവന് പകരമായി ഞങ്ങളിൽ ആരെയെങ്കിലും അങ്ങ് സ്വീകരിക്കണം. ഇവൻ്റെ തടവ് ശിക്ഷ അയാൾ അനുഭവിച്ചു കൊള്ളാം. അങ്ങനെ അപ്രകാരം ചെയ്താൽ അത് വലിയൊരു ഉപകാരമാകും. താങ്കൾ വളരെ നന്മ ചെയ്യുന്ന ആളാണെന്ന് ഞങ്ങൾക്കറിയാമല്ലോ. ഇതാണ് 78-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലൂ യാ അയ്യുഹൽ അസീസ് ഇന്ന ലഹു അബൻ ശൈഖൻ കബീറൻ ഫഖുദ് അഹദനാ മക്കാനഹു ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ. ഖാലൂ അവർ പറഞ്ഞു, അവർ അപേക്ഷിക്കുകയാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട്, യാ അയ്യുഹൽ അസീസ്, അല്ലയോ പ്രഭോ, അല്ലയോ അസീസ്, ഇന്ന ലഹു, തീർച്ചയായും ഈ ബിന്യാമീനുണ്ട്, അബൻ, ഒരു പിതാവുണ്ട്, ശൈഖൻ കബീറൻ, വയോവൃദ്ധനായ വളരെ പ്രായം ചെന്ന ഒരു വാപ്പ ഈ ബിന്യാമീനുണ്ട്. അതുകൊണ്ട് ഫഖുദ്, അങ്ങ് പിടിച്ചു വെച്ചാലും, അഹദന, ഞങ്ങളിൽ ഒരാളെ, മക്കാനഹു, അവൻ്റെ സ്ഥാനത്ത്, ഫഖുദ് അഹദന മക്കാനഹു, അതുകൊണ്ട് ഇവനു പകരം ഞങ്ങളിൽ ഒരാളെ അങ്ങ് പിടിച്ചു വെച്ചാലും, ഇന്ന, തീർച്ചയായും ഞങ്ങൾ, നറാക്ക, അങ്ങയെ കാണുന്നു, മിനൽ മുഹ്സിനീൻ, നല്ലത് ചെയ്യുന്ന ആളുകളിൽ ആയിട്ട്, അതായത് നന്മ ചെയ്യുന്ന ആളുകളിൽ പെട്ടവനാണ് താങ്കളെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഒരു ഉത്തമനായി തന്നെയാണ് താങ്കളെ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇത്രയുമാണ് ഇന്നത്തെ പേജിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കി വിഷയങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം. നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹു ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സാലിഹായ അമലെ ഖബൂൽ ചെയ്യണേ. ആഖിറത്തിലേക്ക് ഇത് വരവ് വെക്കണേ തമ്പുരാനെ. ഞങ്ങൾ ദുആ ചെയ്യാൻ കടപ്പെട്ട ഞങ്ങൾ വസിയത്ത് എല്ലാവർക്കും ഖൈറും സലാമത്തും സന്തോഷം നൽകണം തമ്പുരാനെ. രോഗികളെ ആൾക്ക് ശിഫ നൽകണേ. അല്ലാഹു ഞങ്ങളൊക്കെ ആഖിറത്ത് നന്നാക്കാൻ റഹ്മാനെ. ഒരുപാട് കാലം ദീനും ഇൽമിനും ഖുർആനും ഖിദ്മത്തുള്ള അവസരം നൽകണം റബ്ബേ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل اللهم فينا ولا منا ولا معنا شقيا ولا مطردا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والله دعاء ചെയ്യണം. السلام عليكم ورحمة الله وبركاته.